നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വലപ്പാട് ബീച്ചിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. അഖില കേരള ധീവരസഭ ചാവക്കാട് താലൂക്ക് കമ്മിറ്റി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. യാത്രക്കാരെ വലച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം. വാർത്തകളിലേക്ക് വിശദമായി. മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്ത ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും തടയാൻ ശ്രമിച്ചപ്പോൾ അവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഭർത്താവ് അറസ്റ്റിലായി. വലപ്പാട് ബീച്ച് ചാഴുവീട്ടിൽ സുമേഷാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ജൂൺ 18 രാത്രി 9:45 സംഭവമുണ്ടായത്. സുമേഷ് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും 5 അടിപിടി കേസിലും ഒരു സ്ത്രീപീഡന കേസിലും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. വലപ്പാട് SHO MK രമേശ്, SI സദാശിവൻ, ASI ഭരതനുണ്ണി, സീനിയർ CPO PS സോഷി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അഖില കേരള ധീവരസഭ ചാവക്കാട് താലൂക്ക് കമ്മിറ്റി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും അനുമോദന സമ്മേളനവും നടത്തി. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ അന്ന് ഈ മത്സ്യത്തൊഴിലാളിയെ മാത്രം അല്ല അവര് വാങ്ങിയിരുന്നത്. അങ്ങനെ അയാൾ വിലക്ക് വാങ്ങിയ ഈ മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ ആരെങ്കിലും വഴിതെറ്റിയെങ്ങാനും സ്കൂളിൽ പോയാൽ അന്ന് ഓലമടലിന്റെ വഴുക ചീന്തി ഈ വഴുകയുമായി കടൽപ്രമാണി വിദ്യാലയത്തിൽ ചെന്ന് തൻ്റെ അടിമയുടെ മകനെ ഈ വഴുക കൊണ്ടടിച്ച് സ്കൂളിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് വഞ്ചി കഴിച്ചിരുന്ന അങ്ങേയറ്റം നിന്ദ്യമായ ഒരു ആചാരം. ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് UB മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കരിയർ ഗൈഡൻസ് വിദഗ്ധൻ PN ജോമി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ധീവരസഭ സംസ്ഥാന ട്രഷറർ PV ജനാർദ്ദനൻ, ജില്ലാ പ്രസിഡന്റ് KV തമ്പി, ജില്ലാ സെക്രട്ടറി TV ശ്രീജിത്ത്, സംസ്ഥാന കൗൺസിലർമാരായ ജോഷി ബ്ലാങ്ങാട്ട്, UM സുബ്രഹ്മണ്യൻ, താലൂക്ക് സെക്രട്ടറി UK രാധാകൃഷ്ണൻ, മഹിളാ സഭ ജില്ലാ പ്രസിഡന്റ് രോഷ്നി, മഹിളാ സഭ താലൂക്ക് പ്രസിഡന്റ് സുജിത സുഭാഷ്, സരിത, ഉഷാ സുകുമാരൻ, PK വിജയൻ എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ആ നാട്ടുവർത്തമാനത്തെ, ആ നാട്ടുഭാഷയെ ആക്ഷേപിച്ചുകൊണ്ട്, മത്സ്യത്തൊഴിലാളികളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് മന്ത്രി പറയുകയാണ്, അളിയ കടലിനോട് എനിക്ക് അളിയ കടൽ കയറല്ലേ എന്നെനിക്ക് പറയാൻ സാധിക്കുമോ എന്നാണ് മന്ത്രി ചോദിച്ചത്. ഇത്തരത്തിലുള്ള മന്ത്രിമാരെ നമുക്ക് വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഓർമ്മയിലുണ്ട്, കേരളത്തിൽ ഇല്ലേ, ഇവിടെ പ്രളയമുണ്ടായപ്പോൾ അതിശക്തമായ പേമാരിയും മലവെള്ളപ്പാച്ചിലും ഉണ്ടായപ്പോൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ആ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട ജനങ്ങളെയാകെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ ആത്മാർത്ഥമായ ജീവൻ പണയം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ്. ആ മത്സ്യത്തൊഴിലാളികളെ അന്ന് വിശേഷിപ്പിച്ചത് ഈ സർക്കാരും ഈ നാട്ടുകാരും ഈ ജനവുമെല്ലാം വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ സേന എന്നാണ്. കേരളത്തിന്റെ കാവൽക്കാരാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ എന്നാണ്. എന്നാൽ ഇപ്പോൾ മന്ത്രി പറയുന്നത്, മത്സ്യത്തൊഴിലാളികളെ സങ്കടം പറയുമ്പോൾ, അവരുടെ ആവശ്യം പറയുമ്പോൾ, അവരുടെ അവലാതി പറയുമ്പോൾ, പരാതി പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ താടി വെച്ച ഗുണ്ടകളും മത്സ്യത്തൊഴിലാളികൾ കൊടും ഭീകരരും ആണ് എന്ന തരത്തിലാണ്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് UB മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ PC ജയപാലൻ, ബാബു പനക്കൽ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് AB ഹരിലാൽ, KR ദാസൻ, AB വാസവൻ, മോഹൻദാസ് PM, PK നന്ദൻ, മോഹനൻ പനക്കൽ, മുഹമ്മദ് അലി കണിയാർക്കോട്, കൃഷ്ണകുമാർ, CK ജ്യോതിസ്കന്ദൻ എന്നിവർ നേതൃത്വം നൽകി.
കാലങ്ങളായി തകർന്നു കിടക്കുന്ന വലപ്പാട് കുരിശുപള്ളി ദേശീയപാത ഉടൻ നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറിയും പൊതുപ്രവർത്തകയുമായ സരസ്വതി വലപ്പാട് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം സെക്രട്ടറി നസീഖ്, ട്രഷറർ റംല റഹ്മാൻ, ജോയിന്റ് സെക്രട്ടറി അസ്ലം താനിം, റഹീം നാട്ടിക, അബ്ദുൾ റഹ്മാൻ, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് വാഹിദ് വലപ്പാട് എന്നിവർ നേതൃത്വം നൽകി. ഏകദേശം ആളുകളൊക്കെ തന്നെ കണ്ടതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. നാഷണൽ ഹൈവേ എന്ന് പറയുന്ന ഈ റോഡ് ഇത്തരത്തിലുള്ള ദാരുണമായ അവസ്ഥയിലേക്ക് നീങ്ങിയത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥയാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയുന്നത്. കാരണം ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വേസ്റ്റ് വെള്ളം പോകുന്ന കാന ഇവിടെയുണ്ട്. ഈ കാനയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ബിൽഡിങ്ങുകളുടെ ഉയർന്നു. ഈ ബിൽഡിങ്ങുകൾ വരുമ്പോഴും ഈ കാന ഇത്തരത്തിൽ മൂടപ്പെടുമ്പോഴും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ ചെയ്തുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഈ റോഡിന് സംഭവിക്കില്ല എന്നുള്ളതാണ്. വാടനപ്പള്ളി പഞ്ചായത്തിൽ വെള്ളക്കെട്ട് മൂലവും കുടിവെള്ളം ലഭിക്കാതെയും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ മഹിളാ കോൺഗ്രസ് വാടനപ്പള്ളി മണ്ഡലം കമ്മിറ്റി നേരിൽ സന്ദർശിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിൻസി സുരേഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CN സുരജ, ബ്ലോക്ക് സെക്രട്ടറി സുജാത ഹരി, മണ്ഡലം ട്രഷറർ ഫാത്തിമ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തിൽ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട്, പടിഞ്ഞാറേമന അനിപ്രകാശ് എന്നിവർ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തി. പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് കലശാഭിഷേകവും പ്രസാദഊട്ടും നടന്നു. നിരവധി ക്ഷേത്രാചാര്യന്മാരും പ്രമുഖ വ്യക്തിത്വങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർമാരായ ശൈലേഷ് കാനാടി, സൈജു കാനാടി, കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCOM NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. മതിലകം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാപ്പിനിവട്ടം GLP സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഷാർലറ്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പഞ്ചായത്ത് അംഗങ്ങളായ മാലതി സുബ്രഹ്മണ്യൻ, ഹിത രതീഷ്, രജനി ബേബി, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറി സുലേഖ, ശ്രീകല, PTA പ്രസിഡന്റ് ശ്രീജിത്ത്, മീര എന്നിവർ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരാവശ്യമുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മളിതിൽ ശ്രദ്ധിച്ച് പോകേണ്ട കാര്യം. കാരണം ഭക്ഷണത്തിൻ്റെ കാര്യമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഫോൾട്ടുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതി. അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കിയിട്ട്. കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഇത്രയും കാലം നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് പോവുക. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ സമയബന്ധിതം നോക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്താ ഭക്ഷണം അവർക്ക് ഉണ്ടായിരുന്നത്, പിന്നെ സമയബന്ധിതമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കണം. കാരണം തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിം പടുവിങ്ങൽ, PTA പ്രസിഡന്റ് AT ഷബീർ അലി, പ്രിൻസിപ്പൽ NK സുരേഷ് കുമാർ, പ്രധാനാധ്യാപിക CB നിഷ എന്നിവർ സംസാരിച്ചു. വിവിധ വിദ്യാലയങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു.
ജില്ലാ പഞ്ചായത്ത് എല്ലാ ഡിവിഷനുകളിലും ഇതുപോലെ തന്നെ എല്ലാ ഡിവിഷനുകളിലും 10 ലക്ഷം രൂപയ്ക്കാണ് വെച്ചിരുന്നത്. ഇവിടെ ആണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അത് അഹമ്മദ്ക്കയുടെ പ്രത്യേകമായ ഒരു താല്പര്യപ്രകാരമാണ് 27 ലക്ഷം രൂപ 2 പദ്ധതികളിലാക്കി അത് വെക്കണമെന്ന് പറഞ്ഞു. കുറേ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ആ വിദ്യാലയങ്ങളിലെ ശുചിത്വ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പരിപാടികളുണ്ട്. ഇത് നിങ്ങളോടൊറ്റ കാര്യമാണ് പറയാനുള്ളത്. നമ്മൾ ഏത് വിദ്യാലയങ്ങളിൽ പോയാലും എത്ര മികച്ച രീതിയിൽ അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുത്താൽ പലപ്പോഴും ഒരു 5-6 മാസം കഴിഞ്ഞ് അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ 6 മാസമൊക്കെ കഴിഞ്ഞാൽ അത് കേടായി പോകാറില്ല, അല്ലേ? അത് വൃത്തിയിൽ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. പക്ഷേ പലയിടത്തും പിന്നീട് കൃത്യമായി വെള്ളം ഉപയോഗിക്കില്ല. അതിൽ ആവശ്യമായ നമ്മുടെ ശുചിയായി സൂക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ നമ്മുടെ കുട്ടികൾ നടത്താറില്ല. അതൊരു പൊതു കാര്യമല്ലേ, പൊതുസ്ഥലമല്ലേ എന്ന രീതിയിൽ അതിനെ കാര്യമായി പരിഗണിക്കാതെ കാര്യമായ ഒരു ശുചീകരണ പ്രവർത്തനം അതിൻ്റെ ഭാഗമായി നടത്താതെ പലതും വളരെ പെട്ടെന്ന് ഒന്നും നന്നായിട്ട് അങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയുള്ള രീതിയിലേക്ക് അത് മാറിപ്പോകാറ്. യാത്രക്കാരെ വലച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം. സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നവരെല്ലാം ചൊവ്വാഴ്ച പെരുവഴിയിലായ അവസ്ഥയിലായിരുന്നു. സ്വകാര്യ ബസ് സർവീസുകൾ കൂടുതലായുള്ള മേഖലകളിലെല്ലാം യാത്രക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. KSRTC ബസ്സുകൾ അധിക സർവീസുകൾ അടക്കം നടത്തിയെങ്കിലും ജനജീവിതത്തെ സ്വകാര്യ ബസ് സമരം സാരമായി ബാധിച്ചു. എന്നാൽ ഏതാനും ചില സ്വകാര്യ ബസ്സുകൾ സമരത്തിൽ പങ്കെടുക്കാതെ സർവീസ് നടത്തി. വിദ്യാർത്ഥി കൺസെഷൻ വർധന അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ സ്വകാര്യ ബസ് പണിമുടക്ക് നടന്നത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, കുടുംബശ്രീ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത നടത്തി. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ ആരംഭിച്ച ഞാറ്റുവേല ചന്ത ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR നിഖിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ KA മേഘ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, നവമി പ്രസാദ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ BK ജ്യോതിപ്രകാശ്, ഡോക്ടർ KB സജു, ഹരിലാൽ മാണിയത്ത്, ബൈന പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, PA ഷമീർ, PH ബാബു, സജീഷ് സത്യൻ, CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചറിവ് നമ്മൾക്കുണ്ട്. പണ്ട് മുതലേ നമ്മുടെ ചിന്തകളിലും പണ്ട് മുതലേ തന്നെ നമ്മുടെ മുൻ തലമുറക്കാർ നമ്മളിലേക്ക് പകർന്നു തന്ന നാട്ടറിവിൻ്റെ ഭാഗമായും ഒക്കെ നമ്മൾക്കറിയാം. തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇത് തന്നെയാണ്. കാലാവസ്ഥയുടെ വെയിലും മഴയും ഇടകലർന്ന സമ്മിശ്രമായ ഒരു കാലാവസ്ഥയിൽ എന്ത് കൃഷി ചെയ്താലും അത് വളരെ സുഭിക്ഷമായി നല്ല രീതിയിൽ തന്നെ വളർന്നു വലുതാകും എന്ന സത്യം നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതുമാതിരി നമ്മുടെ കാർഷിക നാണ്യവിളകളും തോട്ടവിളകളും എല്ലാം കുരുമുളകും ഏലവും എല്ലാം ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയപ്പോൾ ജനങ്ങൾ വളരെ എടത്തിരുത്തി പരിശുദ്ധ കർമ്മലനാഥ ഫൊറോന ദേവാലയത്തിൽ കർമ്മല മാതാവിന്റെയും സഹമധ്യസ്ഥനായ വിൻസെന്റ് ഡി പോളിന്റെയും ഊട്ടുതിരുനാൾ ഈ മാസം 20-ന് ആഘോഷിക്കും. ജൂലൈ 11-ന് രാവിലെ 6:15-ന് ഫാദർ പയസ് ചെറപ്പണത്ത് കൊടിയേറ്റ് നിർവഹിക്കും. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:15-ന് കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടക്കും. 19-ന് വൈകിട്ട് 5:30-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിബിൻ നായത്തോടൻ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് രൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ, പള്ളി ചുറ്റി പ്രദക്ഷിണം എന്നിവ നടക്കും. തിരുനാൾ ദിനമായ 20-ാം തീയതി ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലെപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 9 മുതൽ നേർച്ച ഊട്ട് ഉണ്ടായിരിക്കും. വൈകിട്ട് 5:30-ന് വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ഇടവക വികാരി ഫാദർ ജോഷി പാലിയേക്കര, കൈക്കാരന്മാരായ വർഗീസ് ചാലിശ്ശേരി, ഫിലിപ്പ് മീൻപറമ്പിൽ, ജനറൽ കൺവീനർ ലിജോ മാളിയേക്കൽ, പബ്ലിസിറ്റി കൺവീനർ സൈമൺ ചെറിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തൃത്തല്ലൂർ വെസ്റ്റ് KLP സ്കൂളിന്റെ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒരുക്കിയ ശതാബ്ദി സ്മാരക ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ഷെബീർ അലി വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു. മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥി KP ജയചന്ദ്രൻ ആദ്യ പുസ്തകം കൈമാറി. തുടർന്ന് കുട്ടികൾക്ക് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. പ്രധാനാധ്യാപിക രശ്മി, PTA പ്രസിഡന്റ് രേഷ്മ സുമേഷ്, അധ്യാപകരായ ലേഖ, രേഖ, സാജിദ, ജോസ്നി തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചെറിയത്ത് വറീദ്
കുഞ്ഞില വറീദ് എന്നിവരുടെ സ്മരണയ്ക്കായി മകൻ CV റപ്പായിയും ചിറയത്ത് കുടുംബവും ഏർപ്പെടുത്തിയിട്ടുള്ള ക്യാഷ് അവാർഡും മൊമന്റോയും നൽകിയാണ് അനുമോദിച്ചത്. ഇടിഡേസൻ MLA ഉദ്ഘാടനം ചെയ്തു. ബേബി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KV വിദ്യാസാഗർ മുഖ്യപ്രഭാഷണം നടത്തി. മഞ്ജുള അരുണൻ, PR നിഖിൽ, TN തിലകൻ, നവമി പ്രസാദ്, KG സുഖദേവ്, KR ഹരി, PC ബാലൻ, PR ജോഷി എന്നിവർ സംസാരിച്ചു. വോളിബോൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ്, ജേഴ്സി എന്നിവ വിതരണം ചെയ്തു. ദേശീയ വോളിബോൾ റഫറി PC രവിക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. അന്ന് ജയിച്ച കുട്ടികളൊരെണ്ണം വലിയ മാർക്കുള്ള കുട്ടിയുണ്ടായിരുന്നു. 530 മാർക്കൊക്കെ കിട്ടി. 520 നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന മാർക്കല്ല 530. ഞങ്ങളൊക്കെ അല്ലാതെ കുട്ടി മാത്രം ഭയങ്കരമായിട്ട് മുമ്പിൽ പോയി. അന്ന് ആ കുട്ടിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. സ്കൂളിൽ എന്തെങ്കിലും സമ്മാനം മേടിച്ചു കൊടുത്തു എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ ഒരു പക്ഷെ റാങ്ക് എന്നൊക്കെ പറഞ്ഞ സമ്പ്രദായം നമുക്ക് അത്രയും ഉണ്ടാകാൻ പറ്റില്ല. റാങ്ക് എന്ന് പറയുന്നത് 1ാം റാങ്ക് 2ാം റാങ്ക് എന്നുള്ള ചിലപ്പോൾ പക്ഷെ 10-20 റാങ്കുകളിലൊക്കെ ചിലപ്പോൾ ഈ കുട്ടി വന്നിട്ടുണ്ടാവുക. 530 മാർക്ക്, 600-ൽ 530 മാർക്കാണ്. പക്ഷെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുട്ടികൾക്ക് ഫുൾ A+ നേടിയാൽ വീട്ടുകാര് അല്ലെങ്കിൽ മുമ്പ് നാട്ടുകാര് വെച്ചിട്ടുണ്ടാവും, ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ടാവും, ഞങ്ങളുടെ നാടിന്റെ അഭിമാനം അല്ലെ, ഞങ്ങളുടെ പ്രിയ സുഹൃത്തിനാണ് മകൾ അല്ലെങ്കിൽ നല്ലോണം നല്ല പ്രോത്സാഹനം നൽകാൻ ഈ സമൂഹം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മളത് സമ്മാനം കിട്ടി. അപ്പൊ അതിനുശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കോഴ്സുകളെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും നല്ല ആലോചന നടത്തി അല്ലെ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പഴയ പോലെ അല്ല. ചില കോഴ്സുകളൊന്നും ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. പല കോഴ്സുകളും ഇങ്ങനെ പറയുമ്പോൾ കോഴ്സിന്റെ പേര് തന്നെ കൃത്യമായിട്ട് അറിഞ്ഞു. അതുപോലെ പുതിയ പുതിയ കോഴ്സുകൾ വരും. മാത്രമല്ല നല്ലപോലെ ഈ രംഗം മാറുകയാണ് നമ്മുടെ. ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ നീങ്ങുന്നുണ്ട്. നെഞ്ചുവേദനയെ തുടർന്ന് തൃത്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും റഫർ ചെയ്ത രോഗിയെ കൊണ്ടുപോകാൻ വന്ന 108 ആംബുലൻസിന് ആശുപത്രിയിൽ കയറാനായില്ല. ആശുപത്രിയിലെ പ്രധാന കവാടത്തിന് മുന്നിൽ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് കയറാൻ കഴിയാതെ റോഡിൽ ആംബുലൻസിന് കിടക്കേണ്ടി വന്നത്. ആശുപത്രിയിലേക്കുള്ള വഴി അടച്ചാണ് ഇവിടെ സ്ഥിരം ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ്. കനത്ത മഴയിൽ ആശുപത്രിയിൽ എത്തിയവരും ആംബുലൻസ് ജീവനക്കാരും ചേർന്ന് ഗേറ്റിന് മുന്നിൽ നിന്നും ഇരുചക്ര വാഹനങ്ങൾ മാറ്റിയ ശേഷമാണ് ആംബുലൻസിൽ രോഗിയെ കയറ്റി വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. ആശുപത്രി ഗേറ്റിന് മുന്നിൽ ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് സ്ഥിരം കാഴ്ചയാണ്. ആംബുലൻസിൽ രോഗികളുമായി വന്നാലും ഇവിടെ നിന്ന് റഫർ ചെയ്യുന്ന കേസുകൾ എടുക്കാൻ വന്നാലും ആശുപത്രിക്ക് മുന്നിലെ ഇരുചക്ര വാഹനങ്ങൾ മാറ്റിയതിനു ശേഷമേ അകത്തേക്ക് പ്രവേശിക്കാനാകൂ. അഖിലേന്ത്യാ കിസാൻ സഭ നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കർഷകർക്ക് ദ്രോഹം ചെയ്യുന്ന ഇന്ത്യ-US കരാർ ഒപ്പിടരുത്, കാർഷിക ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഇറക്കുമതി ചെയ്ത് രാജ്യത്തെ കാർഷിക രംഗം തകർക്കാനുള്ള നയത്തിനെതിരെ പെരിങ്ങോട്ടുകരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് MV സുരേഷ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബാബു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. AK അനിൽകുമാർ, CR മുരളീധരൻ, അഖിലേന്ത്യാ കിസാൻ സഭ സെക്രട്ടറി BR മോഹൻദാസ്, പ്രകാശൻ കരാട്ടുപറമ്പിൽ, സുജിന്ത് പുല്ലാട്ട്, KV ഭാസ്കരൻ, ഷോബിൻ, PK ചന്ദ്രശേഖരൻ, ജയപ്രകാശൻ, TD പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള രാസമാലിന്യം പരിസര പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ കലർന്ന് കുടിവെള്ളം ഉൾപ്പെടെ മലിനമായതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ജനകീയ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. മാസങ്ങൾ പിന്നിട്ടിട്ടും വിഷയത്തിൽ അധികൃതർ കൃത്യമായ നടപടിയെടുക്കാത്തതാണ് പ്രതിഷേധം രൂക്ഷമാകാൻ കാരണം. കഴിഞ്ഞ വർഷമാണ് സമീപത്തെ കിണറുകളിൽ രാസമാലിന്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പരാതിയുമായി രംഗത്ത് വന്നത്. തുടർന്ന് പഞ്ചായത്ത് ഇടപെട്ട് വെള്ളം പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചു. പരിസരത്തെ 15 കിണറുകളിൽ നിന്ന് 2024 ഒക്ടോബറിൽ സാമ്പിളുകൾ ശേഖരിച്ച് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കേന്ദ്ര പരീക്ഷണശാല, കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറി, വാട്ടർ അതോറിറ്റി, മണ്ണ് സംരക്ഷണ വകുപ്പ് തുടങ്ങിയിടങ്ങളിൽ പരിശോധന നടത്തി. ജലം ഉപയോഗയോഗ്യമല്ലെന്നായിരുന്നു പരിശോധനാ ഫലം. കൂടാതെ ക്യാൻസർ പോലുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും വെള്ളത്തിന്റെ ഉപയോഗം ഇടയാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പരിശോധനാ ഫലം പ്രതികൂലമായിട്ടും രാസമാലിന്യത്തിന്റെ സ്രോതസ് കൃത്യമായി കണ്ടെത്താൻ കഴിയാത്തതിനാൽ അടിയന്തര നടപടികളെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു പഞ്ചായത്ത് അധികൃതർ. തുടർന്ന് സമരരംഗത്തേക്ക് ഇറങ്ങുവാൻ നാട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി ജനകീയ കുടിവെള്ള സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം വസ്തുതകൾ ശേഖരിച്ച സമിതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കേസും ഫയൽ ചെയ്തു.
പ്രശ്നം രൂക്ഷമായതോടെ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഇടപെട്ട് വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ള വിവിധ വകുപ്പ് അധികൃതരുടെ അടിയന്തര യോഗം പഞ്ചായത്തിൽ വിളിച്ചു ചേർക്കുകയും രാസമാലിന്യത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് കോഴിക്കോട് ഗവേഷണ കേന്ദ്രം സാമ്പിളുകൾ ശേഖരിക്കുകയും പ്രാഥമിക പരിശോധനാ ഫലം നൽകുകയും ചെയ്തു. വിശദമായ ഫലത്തിന് കൂടുതൽ സമയമെടുക്കുമെന്നാണ് കേന്ദ്രം നൽകിയ വിശദീകരണം. എന്നാൽ നടപടികൾ ഇഴയുന്നത് ന്യായീകരിക്കാനാകില്ലെന്നാണ് സമരസമിതിയുടെ പക്ഷം. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വ്യവസായ എസ്റ്റേറ്റിന് മുന്നിൽ മനുഷ്യച്ചങ്ങല തീർത്തായിരുന്നു പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടം. തുടർന്നാണ് നിരാഹാര സമരത്തിലേക്ക് കടന്നത്. സാമൂഹ്യ പ്രവർത്തകൻ മോഹേഷ് കുമ്പളംപറമ്പിൽ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ സതീഷ്, INC കാട്ടൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജലീൽ കരിപ്പാക്കുളം, പരമേശ്വരൻ വൻപറമ്പിൽ, സാമൂഹ്യ പ്രവർത്തകൻ തോമസ് കുരുതുകുളം തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. അതേസമയം തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനുമായി മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഈ മാസം 10-ന് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് പഞ്ചായത്തിൽ വിളിക്കുന്നതിന് ധാരണയായിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കെമിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. താൽക്കാലിക പരിഹാരമെന്ന നിലയ്ക്ക് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചു നൽകാമെന്ന് സമരസമിതിയെ അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ അലംഭാവമാണ് കടുത്ത സമരപരിപാടികളിലേക്ക് ഇറങ്ങാൻ ഇടയാക്കിയതെന്നാണ് സമരസമിതി പറയുന്നത്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വലപ്പാട് ബീച്ചിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. അഖില കേരള ധീവരസഭ ചാവക്കാട് താലൂക്ക് കമ്മിറ്റി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. യാത്രക്കാരെ വലച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.